കോഴിക്കോട് വടകര ആയിഞ്ചേരി സ്വദേശിയായ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. 10,000 രൂപയാണ് 25-കാരനായ വിഷ്ണു ലോൺ ആപ്പിൽ നിന്നും വായ്പയായി എടുത്തത്. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ലോൺ ആപ്പ് മാഫിയ സംഘത്തിലുള്ളവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ചെയ്തതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. വർഷ, ഈ വിഷ്ണുവിന്റെ തിരോധാനം അതിപ്പോഴും ഒരു തുമ്പുമില്ലാതെയാണ് കേസിൽ നടപടികൾ മുന്നോട്ട് പോകുന്നത്. എവിടെയാണ് വിഷ്ണുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അപ്പം തന്നെ ഇതിൽ ഈ ലോൺ ആപ്പ് ഭീഷണി, മാഫിയ സംഘങ്ങളുടെയൊക്കെ ഇടപെടൽ അത് ഗുരുതരമാണ് എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. വെറും 10,000 രൂപ മാത്രം വായ്പയെടുത്തതാണ്, പക്ഷേ തിരിച്ചടവ് മുടങ്ങിയതോടെ കൂടി തന്നെ വലിയ ഭീഷണി ഉണ്ടാവുന്നു, ഒപ്പം തന്നെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ എവിടെയാണ് വിഷ്ണു നിലവിലുള്ളത് എന്നൊരു ഉത്തരം അത് എങ്ങനെയാണ് ലഭിക്കുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ 7 ദിവസം പിന്നിടുമ്പോഴും വിഷ്ണു എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ 13-നാണ് വടകര ആയഞ്ചേരി സ്വദേശിയായ വിഷ്ണുവിനെ കാണാതാകുന്നത്. വീട്ടിൽ നിന്നും ബാങ്കിലേക്ക് എന്ന് പറഞ്ഞാണ് വിഷ്ണു ഇറങ്ങിയത്. എന്നാൽ അർദ്ധരാത്രിയായിട്ടും തിരിച്ചെത്തതിനെ തുടർന്നാണ് വടകര പോലീസിൽ കുടുംബം പരാതി നൽകിയത്. എന്തായാലും വടകര പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ കാസർഗോഡ് ബേക്കലിലാണ്. ഇതേ തുടർന്ന് ബംഗളൂരു അതേപോലെ മംഗലാപുരം ഭാഗങ്ങളിലേക്ക് വിഷ്ണു പോയിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവിടെയെല്ലാം പോലീസിന്റെ പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും ദിവസമായിട്ടും വിഷ്ണുവിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേസമയം വിഷ്ണുവിന്റെ കുടുംബം സൈബർ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. അതായത് വിഷ്ണു ഒരു ലോൺ ആപ്പിൽ നിന്നും 10,000 രൂപ ലോൺ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇവരിൽ നിന്നും ഭീഷണി കോളുകൾ വന്നിരുന്നുവെന്നും വിഷ്ണുവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വിഷ്ണു സഹോദരങ്ങൾക്ക് അവസാനമായി അയച്ച ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ഈ ചാറ്റിൽ 65,000 രൂപ നൽകാനുണ്ടെന്നും അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലിശയടക്കം കൂടി 1 ലക്ഷത്തിന് മുകളിലായി എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. മറ്റൊരു കാര്യം അതിൽ പറയുന്നത്, അമ്മയോട് പറയണം, വിഷമിക്കരുത്, താൻ വരുമെന്ന് പറയണം എന്നുള്ള കാര്യമാണ് അന്ന് അവസാനം അയച്ച ഒരു സന്ദേശത്തിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം ഇതുവരെ വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും CCTV കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവസാന ടവർ ലൊക്കേഷൻ ബേക്കൽ കിട്ടിയതിനു ശേഷം പിന്നീട് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ CCTV കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.